മാന്യപ്രേക്ഷകർക്ക് വിഷ്ണു ക്രിയേഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം. ഡിസംബർ മാസത്തെ 1600 ക്ഷേമ പെൻഷനാണ് വിതരണം പുരോഗമിക്കുകയാണ്. ജാനുവരി മുതൽ 2025 ജാനുവരി മുതൽ മുടങ്ങാതെ ക്ഷേമ പെൻഷൻ ലഭിക്കാൻ സാക്ഷ്യപത്രം ഹാജരാക്കണം. രേഖകൾ ഹാജരാക്കിയില്ലെങ്കിൽ ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ നഷ്ടപ്പെടും. വിവിധ മേഖലയിൽ പരിശോധന നടക്കുന്ന സാഹചര്യത്തിലാണ് സ്ത്രീ ഉപയോക്താക്കൾക്ക് ഒരു വാർത്ത വന്നിരിക്കുന്നു. വിധവ പെൻഷൻ, വാർഷികകാല പെൻഷൻ, ഭിന്നശേഷി പെൻഷൻ മേടിക്കുന്നവർ ശ്രദ്ധിക്കുക. 2025 ജാനുവരി മുതൽ 60 വയസ്സോ അതിനു മുകളിലുള്ളവർ ഇത് രേഖകൾ സമർപ്പിക്കേണ്ട കാര്യമില്ല. ബാക്കിയുള്ളവർക്ക് ഇത് ബാധകമാണ്. അവർ പുനർവിവാഹിതരല്ല എന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. 2024 ഡിസംബർ 31 വരെയാണ്, ബുധനാഴ്ച വരെയാണ് സർക്കാർ ഇത് അനുവദിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്നെ ഓൺലൈനായി സമർപ്പിക്കേണ്ടതാണ് സർട്ടിഫിക്കറ്റുകൾ. വില്ലേജ് ഓഫീസിൽ നിന്നും റിമാൻഡ് സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡും പഞ്ചായത്ത് ഓഫീസിൽ കൊടുക്കേണ്ടതാണ്. 2025 മുടങ്ങാതെ ക്ഷേമ പെൻഷൻ ലഭിക്കണമെങ്കിൽ ഇത് മുടങ്ങാതെ കൊടുക്കേണ്ടതാണ്. സ്ത്രീ ഉപയോക്താക്കൾക്ക് ഇത് നൽകേണ്ട ആവശ്യമില്ല. 2025 സമർപ്പിക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വരും ആഴ്ചകളിൽ എത്തിച്ചേരും. നിലവിൽ എല്ലാ വർഷങ്ങളിലും വരുമാന സർട്ടിഫിക്കറ്റ് പരിശോധന ഉണ്ടാകും. കൈകളിൽ ക്ഷേമ പെൻഷൻ മേടിക്കുന്നവർക്ക് ഇനി മുതൽ ഫേസ് മസ്റ്ററിംഗ് ഉണ്ടാകും. ബാങ്ക് അക്കൗണ്ടിൽ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ആൾക്ക് ഇത് അനുകൂലമല്ല. കാരണം അവരുടെ കൃത്യമായ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് പണം എത്തിച്ചേരുക. ഉപയോക്താവ് മരിച്ചു കഴിഞ്ഞാൽ അക്കൗണ്ട് നിർജ്ജീവമാക്കാനുള്ള ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കൈകളിൽ ക്ഷേമ പെൻഷൻ മേടിക്കുന്നവർക്ക് ഇതുപോലത്തെ തട്ടിപ്പ് ഒഴിവാക്കാൻ വേണ്ടി ഫേസ് മസ്റ്ററിംഗ് സ്വീകരിക്കുന്നത്. ഇത് 2025 തന്നെ ഫേസ് മസ്റ്ററിംഗ് വരും. ഇതുപോലത്തെ വാർത്തകൾക്കായി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറക്കാതെ സബ്സ്ക്രൈബ്